നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കേരളപുരം സ്വദേശി കെ എ ജ്യോതിസാണ് മരിച്ചത്. കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരം മകൻ പൂജിച്ച സംഭവം. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്ന് പോലീസ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്ന് പരാതി. എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50-ആയി ഉയർത്തി. പുനലൂർ വാളക്കോട് പാലത്തോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതി. റെയിൽവേ NOC നൽകുന്നത് വൈകുന്നു. ദേശീയപാത വിഭാഗത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതി. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിലുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കേരളപുരം സ്വദേശി കെ എ ജ്യോതിസാണ് മരിച്ചത്. ബൈക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിലുണ്ടായ വാഹനാപകടത്തിലാണ് യുവാവ് മരിച്ചത്. കേരളപുരം കോവിൽമുക്കിൽ വാറുവിള വീട്ടിൽ അയ്യപ്പൻകുട്ടി ശശികല ദമ്പതികളുടെ മകൻ 37-കാരനായ കെ എ ജ്യോതിസാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി 10:30-ഓടെയായിരുന്നു 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സ്വകാര്യ കൊറിയർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജ്യോതിസ് പെരുമ്പുഴ ഭാഗത്തു നിന്നും കണ്ണനല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ സൊസൈറ്റി മുക്കിന് സമീപം വെച്ച എതിരെ വന്ന വാഹനത്തിന്റെ വലതുഭാഗം തട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ജ്യോതിസ് റോഡിൽ തെറിച്ചു വീണതിനു ശേഷം ബുള്ളറ്റ് നിരങ്ങി തീപ്പൊരി കത്തി നീങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിലുണ്ട്. അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ ബൈക്ക് നിർത്താതെ പോയി. വാഹനത്തെയും ആളിനെയും തിരിച്ചറിഞ്ഞിട്ടില്ല. രാത്രി 10:30 കഴിഞ്ഞതിനാൽ ജ്യോതിസ് അബോധാവസ്ഥയിൽ ഏറെ നേരം റോഡിൽ കിടന്നു. പിന്നീട് അതുവഴി വന്ന യാത്രക്കാരാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിവാഹിതനാണ്. ജിതിൻ, ജോബിൻ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാതികൻ തേവർത്തോട്ടം സുകുമാരൻ അനുസ്മരണം നടത്തി. പുരസ്കാര സമർപ്പണവും നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം, അഞ്ചൽ ഏരിയ കമ്മിറ്റിയും തേവർത്തോട്ടം സുകുമാരൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. തേവർത്തോട്ടം സുകുമാരൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടത്തി. KN ബാലഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഏത് ഘട്ടത്തിലും പുരോഗമന ആശയങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായിരുന്നു അദ്ദേഹം. അത് കൊല്ലത്തിൻ്റെ രംഗത്തെ കഥാപ്രസംഗത്തിന് ഏറ്റവും വലിയ പങ്കുള്ള സ്ഥലമാണ് കൊല്ലം ജില്ല. ഇവിടെ നേരത്തെ പറഞ്ഞത് ശരിയാണ്. കൊല്ലത്തെ ഹോട്ടലുകൾ, അത് കേരളത്തിലാകെ അറിയപ്പെടുന്ന ഈ നാടകവും കഥാപ്രസംഗവും മറ്റും ബുക്ക് ചെയ്യുന്ന കൊല്ലത്തെ ലോഡ്ജുകൾ തന്നെ വളരെ അൻസാർ ലോഡ്ജ് ഏറ്റവും പ്രശസ്തമാണ്. അന്നത്തെ എല്ലാ സ്ഥലത്തും വരുന്ന ചെറിയ പോക്കറ്റ് പരസ്യങ്ങളിലും ഒക്കെ അതൊരു സിനിമയ്ക്ക് മുളപ്പാക്കം എങ്ങനെയാണോ എന്ന് പറയുന്ന പോലെയാണ് ഈ കൊല്ലം അന്ന് ഇതുപോലുള്ള പ്രത്യേകിച്ചും നാടകവും കഥാപ്രസംഗവും പോലുള്ള വേദികളിൽ നിറഞ്ഞാടിയിരുന്ന കാലത്തെ കലാരൂപങ്ങൾ. ഡോക്ടർ PK ഗോപൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാതികൻ പ്രൊഫസർ ചിറക്കര സലീംകുമാറിന് KN ബാലഗോപാൽ തേവർത്തോട്ടം സുകുമാരൻ പുരസ്കാരം സമർപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പ്രതിഭകളെയും ആദരിച്ചു. KPSC ലീലാകൃഷ്ണൻ, കൊല്ലം കാർത്തിക, ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ എന്നിവർ അനുസ്മരണം നടത്തി. അഞ്ചൽ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SS ഫിലോമിന സ്വാഗതവും പ്രതാപ് തേവർത്തോട്ടം SS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. TP പത്മനാഭനാചാരി സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു. പ്രൊഫസർ GK ശശിധരനാണ് അവാർഡ് സമ്മാനിച്ചത്. മന്ത്രി ബിന്ദു കൃഷ്ണ പുരസ്കാരം കൈമാറി.
TP പത്മനാഭനാചാരി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2026 സാഹിത്യ പുരസ്കാരം അധ്യാപകനും ഗവേഷകനും സാഹിത്യകാരനുമായ പ്രൊഫസർ GK ശശിധരന് കൈമാറി. മന്ത്രി ബിന്ദുകൃഷ്ണയാണ് പുരസ്കാരം സമ്മാനിച്ചത്. പ്രൊഫസർ GK ശശിധരൻ രചിച്ച അദ്വൈതത്തെ ശാസ്ത്രമാക്കിയ മഹർഷി ശ്രീനാരായണ ഗുരുദേവൻ എന്ന കൃതിക്കാണ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. K. ലക്ഷ്മൺ സ്മാരക സാഹിത്യ പുരസ്കാരം ഡോക്ടർ വെള്ളിമൺ നെൽസൺ ഏറ്റുവാങ്ങി. ആറ്റൂർ ശരത്ചന്ദ്രന്റെ വിവസ്ത്രയായ പാഞ്ചാലി എന്ന കാവ്യ സമാഹാരവും മന്ത്രി പ്രകാശനം ചെയ്തു. TP പത്മനാഭനാചാര്യയുടെ സ്മരണാർത്ഥം ഇങ്ങനൊരു സംഘടന രൂപീകരിച്ച് പരിപാടികൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ ഇടവരുന്നത്. നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള എത്രയോ മഹാരഥന്മാരുടെ ജീവിതം, കഠിന പ്രയത്നം നമുക്ക് ഉപകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ TP പത്മനാഭനാചാരി സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുവാൻ, ഒപ്പം തന്നെ ശ്രീ ആറ്റൂർ ശരത്ചന്ദ്രൻ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കൊല്ലത്ത്. അദ്ദേഹവും ഇതുപോലെ നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ ഭാരവാഹിയായിരുന്നു കൊണ്ട് സാംസ്കാരിക രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യാനുണ്ട്. യാദൃശ്ചികം ഇവിടെ വന്നപ്പോഴാണത് മനസ്സിലാക്കുന്നുണ്ട്. പുസ്തകങ്ങളെക്കുറിച്ച് പറയാൻ അറിയുന്നില്ല. പക്ഷെ ഒന്നുറപ്പാണ്, വായനക്കാർക്ക് തീർച്ചയായും നല്ല ഒരനുഭൂതി നൽകുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ആറ്റൂർ ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആശ്രാമ സുനിൽ സ്വാഗതം പറഞ്ഞു. വി സുധാകരൻ, ഗോപിനാഥ് പെരുന്നാട്, P. വിജയബാബു, TP ശശാങ്കൻ, K. പ്രസാദ്, പുതിയപാലം മോഹൻ, ആറ്റൂർ ശാർങ്ദരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരം മകൻ പൂജിച്ച സംഭവം. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്നും പോലീസ് പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരം മകൻ പൂജിച്ച സംഭവത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന 90-കാരിയായ ചിന്നത്താമ്മയുടേത് സ്വാഭാവിക മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിൽ മറ്റു ദുരൂഹതകളില്ലെന്നും പോലീസ് പറയുന്നു. അമ്മയുടെ മരണം ഉൾക്കൊള്ളാനാകാതെയാണ് മകൻ കൃഷ്ണസ്വാമി 3 ദിവസം മൃതശരീരം പൂജ നടത്തിയത്. മകന്റെ മാനസിക വെല്ലുവിളിയാണ് ഇത്തരം പ്രവൃത്തിയിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. മകൻ തൽക്കാലം പോലീസ് നിരീക്ഷണത്തിൽ തുടരും. അമ്മ മരിച്ചതിൽ പിന്നെ മകൻ വീടിനകത്തേക്ക് ആരെയും കയറാൻ അനുവദിച്ചിരുന്നില്ല. കൃഷ്ണസ്വാമിയുടെ മകളും പേരക്കുട്ടിയും വീട്ടിലേക്ക് വന്നപ്പോഴാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് അവർ നാട്ടുകാരെയും പഞ്ചായത്ത് അംഗത്തെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കേരള കർഷക സംഘം കൊല്ലം ജില്ലാ സമ്മേളനം 30, 31 തീയതികളിൽ പത്തനാപുരത്ത് നടക്കും. കൊടിമര പതാക ജാഥകൾ ജൂലൈ 29 നടക്കും. ഓഗസ്റ്റ് 1 പത്തനാപുരം ടൗണിൽ കർഷക റാലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള കർഷക സംഘത്തിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം 30, 31 തീയതികളിലായി പത്തനാപുരത്ത് നടക്കും. കൊടിമര പതാക ജാഥകൾ ജൂലൈ 29 കൊടിമര പതാക ജാഥകൾ പത്തനാപുരം മഞ്ചള്ളൂരിൽ സംഗമിച്ച നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളന നഗരിയായ ടൈറ്റസ് സെബാസ്റ്റ്യൻ നഗറിൽ എത്തിച്ചേരും. പ്രതിനിധി സമ്മേളനം ജൂലൈ 30 രാവിലെ 9:30 പത്തനാപുരം ന്യൂ മംഗല്യ ഓഡിറ്റോറിയത്തിലെ KV രാമകൃഷ്ണൻ നഗറിൽ അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ മികച്ച കർഷകരെ AIKS കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KN ബാലഗോപാൽ MLA ആദരിക്കും. 31 രാവിലെ 9:30 മുതൽ പൊതുചർച്ചയുടെ മറുപടി, പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കും. ഓഗസ്റ്റ് 1 വൈകിട്ട് 5 പത്തനാപുരം ടൗണിൽ കർഷക റാലിയും പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹൈദരാബാദിൽ നവംബർ ആദ്യവാരം നടക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ സമ്മേളനത്തിന്റെയും ആലപ്പുഴയിൽ സെപ്റ്റംബർ 18 മുതൽ 20 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെയും മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, കർഷക സംഘം ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി S സത്യൻ, ട്രഷറർ VK അനിരുദ്ധൻ, H നജീബ് മുഹമ്മദ്, AB അൻസാർ എന്നിവർ അറിയിച്ചു. കേരള കർഷക സംഘത്തിന്റെ 28ാമത് കൊല്ലം ജില്ലാ സമ്മേളനമാണ് ജൂലൈ മാസം 29, 30, 31, ഓഗസ്റ്റ് 1 തീയതികളിൽ പത്തനാപുരത്ത് വെച്ച് നടക്കുന്നു. കൊല്ലം ജില്ലയിലെ 6,86,000 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 450
പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 29-ാം തീയതി കടയ്ക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥ അഞ്ചൽ പുല്ലൂർ വഴി പത്തനാപുരത്തെത്തും. ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥ ഭരണിക്കാവ് പുത്തൂർ കൊട്ടാരക്കര കുന്നിക്കോട് വഴി പത്തനാപുരത്തെത്തും. ഇരു ജാഥകളും 29-ാം തീയതി വൈകുന്നേരം സമ്മേളന നഗരിയിൽ എത്തിച്ചേരുന്നതോടുകൂടിയാണ് ഈ സമ്മേളനത്തിന് സമാരംഭം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി ചെസ്, ക്യാരംസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കേരള NGO യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കേരള NGO യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി ചെസ്, ക്യാരംസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. NGO യൂണിയൻ ഹാളിൽ നടന്ന മത്സരങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ചെസ് മത്സരത്തിൽ മയ്യനാട് വില്ലേജ് ഓഫീസിലെ നാസർ കോയ S 1ാം സ്ഥാനവും പടിഞ്ഞാറെ പഞ്ചായത്ത് ഓഫീസിലെ പുഷ്പരാജ് J 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാരംസിൽ തഴുത്തല വില്ലേജ് ഓഫീസിലെ ഷൈലാൽ S 1ാം സ്ഥാനവും കൊല്ലം ഇറിഗേഷൻ ഓഫീസിലെ ശരത് S 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾ ഓഗസ്റ്റ് 8-ന് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ശമ്പളം കൊടുക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അയൽക്കാരാണ്. അപ്പോൾ അയൽക്കാരുടെ ടാക്സ് കൊണ്ടാണ് ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അലമാരയിലിരിക്കുന്ന ഈ ട്രോഫി, ഈ ഉപഹാരം, അത് അവിടെ ഇരുന്നു കൊണ്ട് കുഞ്ഞിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത് നിൻ്റെ മാത്രം അവകാശത്തിൽ കിട്ടിയ, നിൻ്റെ മാത്രം അധ്വാനത്തിൽ കിട്ടിയ ഒന്നല്ല, മറിച്ച് ഇതിന് ഒരുപാട് അവകാശികളുണ്ട്. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടെത്തിയ അവകാശികൾ ഇതിൽ 1ാം സ്ഥാനത്തേക്ക് വരും. അതായത് സമൂഹം 1ാം സ്ഥാനത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഈ കുട്ടിക്ക് ലഭിക്കുന്ന ഭാവിയിലെ എല്ലാ ഗുണങ്ങളുടെയും അവകാശികൾ സമൂഹമായിട്ട് മാറും. കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഈ മെഡിസിൻ വിദ്യാർത്ഥി പഠിച്ച് ഡോക്ടറായി ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടായിട്ടിരിക്കുമ്പോൾ ആ സൂപ്രണ്ടിൻ്റെ മുമ്പിലേക്ക് ഒരു ദയനീയ ഭാവത്തിൽ കടന്നു വരുന്ന, അല്ലെങ്കിൽ കുറച്ചൊക്കെ അവകാശഭാവത്തിൽ കടന്നു വരുന്ന ആരെങ്കിലും എത്തപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി കണ്ടില്ല എന്ന് നടിക്കാതെ, അങ്ങനെ വരുന്ന ആളുകൾ തനിക്ക് NGO യൂണിയൻ സ്വീകരണം തന്നപ്പോൾ അതിൻ്റെ പുറകിലറ്റമിരുന്ന് മുമ്പിലിരുന്ന തൻ്റെ പേരൻസിനേക്കാൾ സന്തോഷത്തോടു കൂടി തന്നെ അനുമോദിച്ചവരുടെ കൂട്ടത്തിൽ ആരോ ഒന്നാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന ബോധം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ കുട്ടിയെ നമ്മൾ ആദരിക്കുന്നത്. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C ഗാഥ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് B സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി BR രാജു സ്വാഗതം പറഞ്ഞു. ജ്വാല കലാസമിതി കൺവീനർ കുഷി ഗോപിനാഥ് നന്ദി പറഞ്ഞു. ചെസ് നാഷണൽ ഹർബിറ്റർ PG ഉണ്ണികൃഷ്ണൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R രമ്യ മോഹൻ, J രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50-ആയി ഉയർത്തി. ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിനുള്ള സ്ലോട്ടുകൾ ലഭ്യമാക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്നും ടെസ്റ്റ് വൈകുന്നുവെന്നുമുള്ള പരാതി വ്യാപകമായതിനെ തുടർന്ന് എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. നിലവിൽ 3 മുതൽ 5 വരെ ദിവസങ്ങളിലാണ് ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50-ആയും ഉയർത്തി. 28 പുതിയ അപേക്ഷകർക്കും റീടെസ്റ്റിന് ഹാജരാകുന്ന 20 പേർക്കും വിദേശത്ത് തൊഴിലിനോ പഠനത്തിനോ പോകുന്ന 2 പേർക്കുമാണ് ഒരു ദിവസം ടെസ്റ്റിന് അവസരം ലഭിക്കുക. അടുത്ത 3 മാസത്തേക്കാണ് പുതിയ നിർദ്ദേശമെന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നീക്കിയത്. ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിനുള്ള സ്ലോട്ടുകൾ ലഭ്യമാക്കും. റീടെസ്റ്റ് എടുക്കുന്നവർക്ക് 8 ദിവസത്തിനുള്ളിലും ലേണേഴ്സ് ടെസ്റ്റ് എടുക്കുന്നവർക്ക് 3 ദിവസത്തിനുള്ളിലും സ്ലോട്ട് അനുവദിക്കും. ഒഴിവുള്ള സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അർഹരായ മറ്റ് അപേക്ഷകർക്ക് അവസരമുണ്ടാകും. ഓൺലൈൻ പരീക്ഷാ സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് എഴുതുന്നവർക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ ബേസ്ഡ് ഒതന്റിക്കേഷൻ സംവിധാനവും നടപ്പാക്കും. പരീക്ഷയ്ക്ക് മുമ്പും പരീക്ഷ നടക്കുന്നതിനിടയിലും മുഖം തിരിച്ചറിയൽ പരിശോധനയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കൊല്ലം ജില്ലാ കൗൺസിൽ യോഗം നടന്നു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സ്കൂൾ പഠനോപകരണങ്ങൾ സ്കൂൾ സൊസൈറ്റികൾ വഴി വിൽക്കാൻ പാടില്ലെന്ന് UMC സംസ്ഥാന സെക്രട്ടറി ടോമി കുറ്റിയാങ്കൽ പറഞ്ഞു. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ദ്വൈവാർഷിക കൊല്ലം ജില്ലാ കൗൺസിൽ യോഗവും ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമാണ് കരുനാഗപ്പള്ളി IMA ഹാളിൽ നടത്തിയത്. UMC സംസ്ഥാന സെക്രട്ടറി ടോമി കുറ്റിയാങ്കൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ആത്മാർത്ഥമായ സംഘടനാ പ്രവർത്തനം വിചാരണ ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് കൊല്ലം ജില്ലാ കമ്മിറ്റി അടുത്ത പ്രാവശ്യം എനിക്ക് വരാൻ സാധിച്ചുവെങ്കിൽ ഇതിലും വലിയൊരു കാര്യം വലിയൊരു ജില്ലാ സമ്മേളനമായി നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഈശ്വരങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്കൂൾ പഠനോപകരണങ്ങൾ സ്കൂൾ സൊസൈറ്റികൾ വഴി വിപണനം ചെയ്യുന്നത് മൂലം ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുകയാണെന്നും ഇതിനെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിജാം ബഷി അധ്യക്ഷത വഹിച്ചു. മറ്റുള്ളവർ ചെയ്തോട്ടെ എന്ന് ധരിക്കാതെ നമ്മൾ മുന്നിലേക്ക് വന്ന് ഈ സമരം ഏത് സമരമായിരുന്നു ഇപ്പൊ അർത്ഥമേറ്റ കട അടിച്ചു പൊട്ടിക്കുക, ഒരു ദിവസം രാത്രിയോട് വന്ന ഒരു 10 മാസങ്ങളിൽ കട അടിച്ചങ്ങ് പൊട്ടിക്കുക. അവരന്ന് വെളുപ്പിന് ഞങ്ങൾ 6 മണിക്ക് അവിടെ ഒത്തുകൂടിയത് പ്രതിഷേധ യോഗം നടത്തി. 6 മണിക്ക് പ്രതിഷേധ യോഗം നടത്തി പോലീസിനെ കൊണ്ടുവന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൊഴി കൊടുത്തു. അങ്ങനെ റിമാൻഡ് ചെയ്തു. ഇപ്പൊ 3.25 ലക്ഷം രൂപ അടയ്ക്കാതെ അവന് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി ആസ്റ്റിൻ ബെന്നൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി TK മൂസ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് M സിദ്ദിഖ് മണ്ണാന്റെയും റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ റൂഷ P കുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ഡോക്ടർ BR പ്രസാദ് നന്ദി പറഞ്ഞു. വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MB ഫൗസിയ തേവലക്കര, UMC സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ H സലീം, G ബാബുക്കുട്ടൻപിള്ള, ഹരി ചേനങ്കര, S ഷംസുദ്ദീൻ വെളുത്തമണൽ, ശ്രീകുമാർ വള്ളിക്കാവ്, നുജൂം കിച്ചൻ ഗാലക്സി, ME ഷിജി ഓച്ചിറ, ജില്ലാ സെക്രട്ടറി നാസർ ചക്കാലയിൽ, യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ രമ്യ ട്രിക്സ്, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി AS നഹാസ്, വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരിജാകുമാരി, ജില്ലാ ട്രഷറർ ബിനി അനിൽ, അഷ്റഫ് പള്ളത്തുകാട്ടിൽ, റഹീം മുണ്ടപ്പള്ളിൽ, നാസർ കയ്യാരത്ത്, KS ഐസക്കുട്ടൻ, ധന്യ ബി രാജ്, ശ്രീദാദാസ്, S രാജു, കവിത തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റായി ശ്രീകുമാർ വള്ളിക്കാവിനെയും ജനറൽ സെക്രട്ടറിയായി BR പ്രസാദിനെയും ട്രഷററായി M സിദ്ദിഖ് മണ്ണന്റയ്യത്തെയും രക്ഷാധികാരിയായി നിജാം ബഷിയെയും വൈസ് പ്രസിഡന്റുമാരായി H സലീം, G ബാബുക്കുട്ടൻപിള്ള, ഷംസുദ്ദീൻ വെളുത്തമണൽ, റൂഷ P കുമാർ എന്നിവരെയും സെക്രട്ടറിമാരായി MB ഫൗസിയ ബീഗം, നാസർ ചക്കാലയിൽ, ഹരി ചേനങ്കര, ധന്യ ബി രാജ്, റഹീം മുണ്ടപ്പള്ളി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ വാളക്കോട് പാലത്തോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് റെയിൽവേ NOC നൽകുന്നത് വൈകുന്നു. ഇതുമൂലം ദേശീയപാത വിഭാഗത്തിന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. നിലവിലെ പാലത്തോട് ചേർന്ന് മേൽപ്പാലവും നടപ്പാലവും നിർമ്മിക്കാനാണ് പദ്ധതിയുള്ളത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ മേൽപ്പാലമാണ് പുനലൂർ വാളക്കോട്ടെ പാലം. ഇതിനോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് റെയിൽവേയുടെ NOC വൈകുന്നത്. ഇതിനാൽ പദ്ധതി മുന്നോട്ട് പോകാത്ത സ്ഥിതിയാണ്. റെയിൽവേയുടെ പച്ചക്കൊടി കിട്ടാത്തതിനാൽ ദേശീയപാത വിഭാഗത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. 1 നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതും 4.5 മീറ്റർ വീതിയുള്ളതുമായ നിലവിലെ പാലത്തോട് ചേർന്ന് പുതിയ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതി 6 മാസം മുൻപാണ് തയ്യാറാക്കിയത്. ഇതിനുള്ള ജനറൽ ഡ്രോയിങ് ആൻഡ് അലൈൻമെന്റ് റെയിൽവേക്ക് സമർപ്പിച്ചതായും റെയിൽവേയുടെയും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന പൂർത്തിയാക്കിയതായും NK പ്രേമചന്ദ്രൻ MP അറിയിച്ചിരുന്നു. നിലവിലെ പാലത്തോട് ചേർന്ന് വടക്കുഭാഗത്തായി 5.5 മീറ്റർ വീതിയിൽ മേൽപ്പാലവും മറുഭാഗത്ത് കാൽനടയാത്രക്കാർക്കായി നടപ്പാലവും നിർമ്മിക്കാനാണ് പദ്ധതി. നിലവിലെ പാലത്തിന്റെ കീഴിലായി റെയിൽവേ നിർമ്മിച്ചിട്ടുള്ള തുരങ്ക സമാനമായ നിർമ്മിതിക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കാൻ റെയിൽവേ NOC നൽകിയാലേ ദേശീയപാതയ്ക്കും മരാമത്ത് വകുപ്പിനും തുടർ നടപടികൾ എടുക്കാൻ കഴിയൂ. 2024 ഒക്ടോബറിൽ NK പ്രേമചന്ദ്രൻ MPയുടെയും മുൻ MLA PS സുബാലിന്റെയും നേതൃത്വത്തിൽ പുനലൂരിൽ ചേർന്ന യോഗത്തിൽ നിലവിലെ പാലത്തിനോട് ചേർന്ന് 5.5 മീറ്റർ വീതിയിൽ സമാന്തരപാതയും 4.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി 2025 ഏപ്രിലിൽ ദേശീയപാത അതോറിറ്റി 3.57 കോടി രൂപ അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ ദേശീയപാത വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എന്നാൽ പാലത്തിനടിയിലെ നിർമ്മിതിക്ക് മീതെ ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നു പോകുന്നത്
സുരക്ഷിതമല്ലെന്ന റെയിൽവേയുടെ കണ്ടെത്തലിനെ തുടർന്ന് പദ്ധതി നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും സ്നേഹത്തോടും ആദരവോടും നോക്കിക്കാണേണ്ടതായിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നൂറനാട് ഇടപ്പോൺ ശാന്തിതീരം അഭയകേന്ദ്രത്തിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയുടെ വേരിറക്കും വരെ പോരാടുമെന്നും ഈ പോരാട്ടത്തിൽ നാടിന്റെയാകെ പിന്തുണയുണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നൂറനാട് ഇടപ്പോൺ ശാന്തിതീരം അഭയകേന്ദ്രത്തിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചത്. ലഹരി മാഫിയയുടെ വേരിറക്കും വരെ പോരാടുമെന്നും ഈ പോരാട്ടത്തിൽ നാടിന്റെയാകെ പിന്തുണയുണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വ്യാപാരികളെ നമുക്ക് നിലനിർത്തണം, അതിലെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം. ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല. എല്ലാവരും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകണം. അതാണ് ഓപ്പറേഷൻ തുഫാൻ. ശാന്തിതീരം അഭയകേന്ദ്രം ഈ ഐരാണിക്കുഴി കേന്ദ്രമായി ഇവിടെ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും സന്തോഷം ഞാൻ രേഖപ്പെടുത്തട്ടെ. ധാരാളം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി വരികയാണ്. അതോടൊപ്പം രുക്മിണി ടീച്ചറുടെ സ്മരണാർത്ഥം, നമ്മുടെ പ്രിയപ്പെട്ട രുക്മിണി ടീച്ചറുടെ സ്മരണാർത്ഥമാണ് ഈ പ്രവർത്തനം, ട്രസ്റ്റിന്റെ പ്രവർത്തനം എന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും നമുക്ക് സ്നേഹത്തോടെ ആദരവോടെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അശരണരായ പാവങ്ങളെ സംരക്ഷിക്കുന്നു, അമ്മമാരെ സംരക്ഷിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായവും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നന്മ മുഖ്യ രക്ഷാധികാരി ജസ്റ്റിസ് MR ഹരിഹരൻ നായർ അധ്യക്ഷത വഹിച്ചു. നന്മ ചെയർമാൻ AK കടമ്പാട്ട്, മാനേജിംഗ് ട്രസ്റ്റി VP ബീജ എന്നിവർ ചേർന്ന് മന്ത്രിയെ ആദരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, കോവിൽമല രാജമന്നാൻ, KP ഉസ്താദ് അഹമ്മദ് മൗലവി, സീമാജി നായർ, അഡ്വക്കേറ്റ് MK സിനുകുമാർ, ഫാദർ ജോർജ് ജോഷുവ, MR രാജേഷ് കുമാർ, ആര്യ ബി കടമ്പാട്ട, റോയി അകമുറ്റത്ത്, സൂര്യ വിജയകുമാർ, പ്രൊഫസർ VR സുരേഷ്, മനു ഫിലിപ്പ്, അടൂർ സുനിൽകുമാർ, M ദിലീപ് മൈലം, ശ്യാംലാൽ, ഷൈനി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഭകൾ, മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ, SPC കേഡറ്റുകൾ എന്നിവർക്ക് ആദരവ് നൽകി. ഗീതാകുമാരി പെരിങ്ങേരി, ഭരണിക്കാവ് രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കേരളപുരം സ്വദേശി KA ജ്യോതിസാണ് മരിച്ചത്. കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരം മകൻ പൂജിച്ച സംഭവം. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്ന് പോലീസ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്ന് പരാതി. എല്ലാ ജില്ലയിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം 40-ൽ നിന്ന് 50-ആയി ഉയർത്തി. പുനലൂർ വാളക്കോട് പാലത്തോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതി. റെയിൽവേ NOC നൽകുന്നത് വൈകുന്നു. ദേശീയപാത വിഭാഗത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.